നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണകർത്താക്കൾക്കും ഒരു കുഴപ്പമുണ്ട്. അവിടെ വിചാരം നമ്മളെല്ലാം, അതായത് ജനങ്ങൾ, വെറും പൊട്ടന്മാരാണ്. അവരെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എന്തു പറഞ്ഞും പറ്റിക്കാം. അങ്ങനെയാണ് അവർ ധരിച്ചു വച്ചിരിക്കുന്നത്. നമ്മളാണെങ്കിൽ, അല്ലെങ്കിൽ ജനങ്ങൾ, ഇവരെന്തെങ്കിലുമൊക്കെ പോഴത്തരങ്ങൾ വിളിച്ചു പറയുമ്പോൾ മിണ്ടാൻ പോകാറുമില്ല. അതങ്ങനെ നടന്നോട്ടെ എന്നങ്ങ് വിചാരിക്കും. അത് നമുക്ക് വിവരമില്ലാഞ്ഞിട്ടല്ല, ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടോ പ്രതിഷേധിച്ചിട്ടോ അല്ലെങ്കിൽ ന്യായം പറഞ്ഞിട്ടോ ഒരു കാര്യവുമില്ല എന്നറിയാവുന്നതുകൊണ്ട് മിണ്ടാതിരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ ഈ നിശബ്ദത കാണുമ്പോൾ അവരെന്താ ധരിക്കുക? ഓ, അവന്മാർ മഹാ പൊട്ടന്മാരാണെന്നാണ്. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി വളരെ രൂക്ഷമായി വരികയാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കേട്ടിരുന്നത് യൂണിറ്റിന് 10 രൂപ അല്ലെങ്കിൽ 10 രൂപ 50 പൈസ ക്രമത്തിൽ അഡീഷണലായിട്ട് നമ്മൾ വൈദ്യുതി വാങ്ങാൻ പോകുന്നു എന്നാണ്. ഇപ്പോൾ കേൾക്കുന്നത് ആ തീരുമാനം മാറ്റിവെച്ചു എന്നാണ്. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഈ പവർ എക്സ്ചേഞ്ച് വഴിയാണ് മറ്റു സ്ഥലങ്ങളിൽ നിന്ന്, പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുന്നത്. പക്ഷേ ഇപ്പോൾ അവിടുത്തെ വില എത്രയാണെന്നറിയോ? യൂണിറ്റിന് 20 രൂപയാണ്. നമ്മൾ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് 10 രൂപ 50 പൈസ. അവർക്ക് കിട്ടത്തില്ല. ഇപ്പോൾ 20 കാരണം എന്താണെന്ന് ചോദിച്ചാൽ അഖിലേന്ത്യാ തലത്തിൽ തന്നെ ഈ വേനൽക്കാലത്ത് വൈദ്യുതിയുടെ ഉപഭോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വൈദ്യുതി ക്ഷാമമുണ്ട്. ജലവൈദ്യുത പദ്ധതികളൊക്കെ പൂർണ്ണതോതിൽ ഉൽപ്പാദനം നടക്കുന്നുവെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഈ പവർ എക്സ്ചേഞ്ചിൽ ഇപ്പോൾ വൈദ്യുതിയുടെ വില എന്ന് പറയുന്നത് 20 രൂപയാണ് യൂണിറ്റ് ഒന്നിന്. അത് ആ വില കൊടുത്ത് വാങ്ങാൻ നമ്മുടെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനോട്ട് അനുവദിക്കുകയുമില്ല. അത് വന്നാൽ പിന്നെ നമ്മുടെ വൈദ്യുതി ചാർജൊക്കെ ഇരട്ടിയാകും എന്ന കാര്യത്തിൽ സംശയവും വേണ്ട. പക്ഷേ ആവശ്യത്തിന് വൈദ്യുതി ഇല്ല, അല്ലെങ്കിൽ വൈദ്യുതിയുടെ ഉപഭോഗം വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ഇപ്പോൾ എല്ലാവരും എയർ കണ്ടീഷണറൊക്കെ ഉപയോഗിക്കുന്നവരാണ്. എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരു നല്ല ശതമാനം ആളുകൾ. അപ്പോഴേക്കും രാത്രി ഇതിൻ്റെ ഉപഭോഗം വളരെയധികം വർദ്ധിക്കുകയാണ്. കുറേ കാലമായിട്ട് ഇവിടെ അപ്രഖ്യാപിത ലോഡ് ഷെഡിങ് നടക്കുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് പോലും രാത്രിയിൽ അരമണിക്കൂർ, ചിലപ്പോൾ 3/4 മണിക്കൂർ, ചിലപ്പോൾ 15 മിനിറ്റ്, ഈ രീതിയിലൊക്കെ വൈദ്യുതി പോകുമായിരുന്നു, അല്ലെങ്കിൽ കറണ്ട് പോകുമായിരുന്നു. അന്നൊന്നും പിന്നെ ആരും അത്ര ശ്രദ്ധിച്ചില്ല. ഇപ്പോഴിതാ കുറേ ദിവസമായിട്ട് അപ്രഖ്യാപിതമായിട്ടുള്ള ലോഡ് ഷെഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നലെ എന്താ തീരുമാനിച്ചിരിക്കുന്നത്? ഔപചാരികമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് തന്നെ രാത്രിയിൽ 10:30 ശേഷം അതാത് സബ്സ്റ്റേഷൻസിലെ സാഹചര്യം അനുസരിച്ച് 15 മിനിറ്റോ 30 മിനിറ്റോ കറണ്ടില്ല, അല്ലെ കറണ്ട് കട്ട് ചെയ്യും. പക്ഷേ അത് ലോഡ് ഷെഡിങ് അല്ല കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഈ ഗവൺമെൻറ്റിൻ്റെ കാര്യത്തിൽ ലോഡ് ഷെഡിങ് ഉണ്ടാകത്തേ ഇല്ല. കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി ഭരിക്കുക, ഇവിടെ ലോഡ് ഷെഡിങ് ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ കാലാകാലങ്ങളിൽ, വേനൽക്കാലങ്ങളിൽ വൈദ്യുതിയുടെ ഉപഭോഗം കൂടുമ്പോൾ ആരും അറിയാതെ, ആരോടും പറയാതെ ലോഡ് ഷെഡിങ് നടത്തുമായിരുന്നു. പറഞ്ഞിട്ട് തന്നെ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് ലോഡ് ഷെഡിങ് നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഇടതുപക്ഷ ഗവൺമെൻറ്, പിണറായി സർക്കാർ, അവരുടെ സമയത്ത് ലോഡ് ഷെഡിങ് എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ഇപ്പോൾ അതിലൊരു പുതിയ ഓമനപ്പേര് കൊടുത്തിരിക്കുകയാണ്. പറഞ്ഞില്ലേ, ഈ 1/4 മണിക്കൂറോ അരമണിക്കൂറോ കറണ്ട് ഇല്ലാതെ വരുന്ന അവസ്ഥയ്ക്ക് പീക്ക് ടൈം മാനേജ്മെൻറ്റ്. അതായത് ഉപഭോഗം വർദ്ധിക്കുമ്പോൾ നമ്മൾ ഈ വൈദ്യുതിയുടെ ഉപഭോഗം അതിനെ ഒന്ന് മാനേജ് ചെയ്യുന്നു, പീക്ക് ടൈം മാനേജ്മെൻറ്റ്. ആ ഒരു പുതിയ പേര് കൊടുത്തിരിക്കുക. അതാ നമ്മുടെ തുടക്കത്തിൽ പറഞ്ഞത്. ഇതുപോലൊരു പേര് മാറ്റി കൊടുത്താൽ ലോഡ് ഷെഡിങ് എന്നോ കറണ്ട് കട്ടെന്നോ ഒന്നും പറയുന്നില്ല. പീക്ക് ടൈം മാനേജ്മെൻറ്റ് എന്നോ മറ്റൊക്കെ പറഞ്ഞാൽ കടിച്ചാപ്പൊട്ടാത്ത ഒരു ഇംഗ്ലീഷ് വാക്കങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. നമ്മുടെ നാട്ടുകാർ ഇതെല്ലാം കേട്ട് കറണ്ടില്ലേ വേണ്ട, ഫാനില്ലേ വേണ്ട, ലൈറ്റില്ലേ വേണ്ട, ഇരുണ്ട കാലമാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, ഇരുട്ടാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നങ്ങ് ധരിക്കുമെന്നാണ്. പക്ഷേ സത്യം എന്താ? നിങ്ങളിതിന് എന്ത് പേരിട്ടാലും, ലോഡ് ഷെഡിങ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ കറണ്ട് കട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ പീക്ക് ടൈം മാനേജ്മെൻറ്റ് ആയിക്കോട്ടെ, അന്തിമമായിട്ടുള്ള ഫലം എന്താ? കറണ്ടില്ല. കറണ്ടില്ലാതെ നരയിക്കും, രാത്രിയിൽ ചൂടെടുത്ത് മരിക്കും, അല്ലെങ്കിൽ ഇരുട്ടാവും, വെടിയിരി കത്തിച്ച് കാത്തിരിക്കേണ്ടി വരും. പക്ഷെ പേര് വേറെയാ. അതുകൊണ്ട് നമുക്ക് ഗവൺമെൻറ്റിൻ്റെ ലോഡ് ഷെഡിങ് നടപ്പാക്കാത്ത സർക്കാർ, 10 വർഷമായിട്ട് നടപ്പാക്കാത്ത സർക്കാർ എന്ന ഖ്യാതി അതിനെയും പറഞ്ഞുകൊണ്ട് കിടക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് നമുക്ക് തരുന്ന ഇലക്ട്രിസിറ്റി ബില്ലുണ്ടല്ലോ, ഇങ്ങനെ വളരെ നീളത്തിൽ ഉള്ളൊരു ബില്ല്, അതിൻ്റെ അടിയിൽ പോലും ഈ പ്രചാരണ വാചകം അവർ എഴുതി ചേർന്നിരുന്നു. 10 വർഷമായിട്ട് ലോഡ് ഷെഡിങ് ഇല്ലാത്ത സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ പവർ എക്സ്ചേഞ്ചിൽ കറണ്ട് ചോദിച്ച് നടക്കുക, യാചിച്ച് നടക്കുക. 20 രൂപയാണ് വില, നമുക്ക് 10 കൊടുക്കാനുള്ളൂ, അതിനുള്ള പാങ്ങേ നമുക്കുള്ളൂ. അതിന് തന്നെ കാശുണ്ടോ എന്നറിയില്ല, കടം പറയേണ്ടി വരും. കാരണം നമ്മുടെ ഖജനാവിൻ്റെ സ്ഥിതി അതാണ്, അതിൽ പൈസയൊന്നുമില്ല. പക്ഷേ എന്താണെങ്കിലും ഈ സാധാ ജനങ്ങൾ, അവർക്കെന്താ പറഞ്ഞിരിക്കുന്നത്? സർവത്ര ഇരുട്ട്, ഒരു ഇരുണ്ട കാലം, ഫാനോ അല്ലെങ്കിൽ എയർ കണ്ടീഷനോ ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ അനുഭവിക്കുക തന്നെ. ഈ പേര് മാറ്റുന്ന ഉടായിപ്പ്
ഫണ്ട് ഇറക്കിയതാ 1986. അന്ന് കെ കരുണാകരനാണ് മുഖ്യമന്ത്രി, TM ജേക്കബ് വിദ്യാഭ്യാസ മന്ത്രി. അന്ന് ഗവൺമെൻറ് ഒരു തീരുമാനമെടുത്തു. അതായത് പ്രീ ഡിഗ്രിയെ കോളേജിൽ നിന്ന് വേർപെടുത്തുക, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ നിന്ന് വേർപെടുത്തിയിട്ട് ഒരു പ്രത്യേക ബോർഡ് ഉണ്ടാക്കുക, പ്രീ ഡിഗ്രി ബോർഡ്. എൻ്റെ അമ്മോ, അതിനെതിരായിട്ട് എന്തുമാതിരി സമരമാണ് ഈ കേരളത്തിൽ നടന്നത്. SFIക്കാരിറങ്ങി, ASFകാരിറങ്ങി, യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകരിറങ്ങുന്നു, യൂണിവേഴ്സിറ്റിയിലെ ഉദ്യോഗസ്ഥന്മാർ അല്ലെങ്കിൽ ജീവനക്കാർ സമരരംഗത്തിറങ്ങുന്നു, വണ്ടികൾ തടയുന്നു, വണ്ടികൾക്ക് തീ വെക്കുന്നു, കല്ലെറിയുന്നു. എന്തോരം സമരമായി ഇവിടെ അതിൻ്റെ പേരിൽ നടന്നത്. അന്ന് TM ജേക്കബ് പറഞ്ഞ ഒരു വാചകം ഇപ്പോഴും ഓർമ്മയുണ്ട്. അതായത് ഈ 10 വർഷത്തെ സ്കൂൾ ടൈം അല്ലെങ്കിൽ സ്കൂൾ പഠനകാലം കഴിഞ്ഞാലുള്ള +2, അന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് +2 എന്ന് തന്നെയാണ്. ഈ +2 അഥവാ 2 വർഷത്തെ അധ്യയനം, അത് സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ എക്സ്റ്റൻഷനാണ് അല്ലെങ്കിൽ തുടർച്ചയാണ്. അത് യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതല്ല, സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ തുടർച്ചയാണ്. അതുകൊണ്ട് തന്നെ അതൊരു പ്രത്യേക ബോർഡിൻ്റെ കീഴിലാക്കണം. അതായിരുന്നു ഗവൺമെൻറ്റിൻ്റെ തീരുമാനം. സമരം ശക്തമായി. CPM തന്നെ രംഗത്തിറങ്ങി. ഇത് സർക്കാരിനെ താഴെ ഇറക്കാൻ പറ്റുന്നൊരു അവസരമായിട്ട് അവർ കണ്ടു. അതിനകത്തപ്പോൾ അവസാനം സംസ്ഥാന സർക്കാർ ഈ പ്രീ ഡിഗ്രി ബോർഡ് എന്ന് പറയുന്ന ആ തീരുമാനത്തിൽ നിന്ന് അങ്ങ് പിന്മാറി. അത് വേണ്ടെന്ന് വെച്ചു. നാട്ടുകാർക്ക് വേണ്ടെങ്കിൽ അവർക്ക് വേണ്ട. വിദ്യാഭ്യാസം കൂടുതൽ മെച്ചപ്പെടുത്താനായിരുന്നു അത്. അതായത് ഈ +2വിനെ പ്രീ ഡിഗ്രിയിൽ നിന്ന് ഡീലിങ്ക് ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കാൻ സാധിക്കും. അന്ന് യൂണിവേഴ്സിറ്റി അധ്യാപകർക്ക് വലിയൊരു ആശങ്ക ഉണ്ടായിരുന്നത്, ഈ പ്രീ ഡിഗ്രി ബോർഡ് വന്നു കഴിഞ്ഞാൽ ഈ പ്രീ ഡിഗ്രി ബോർഡിൻ്റെ കീഴിൽ വരുന്ന അധ്യാപകർ പിന്നീട് സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലായി പോകും, അവരുടെ സ്റ്റാറ്റസ് കുറഞ്ഞു പോകും എന്നൊക്കെയാണ് അന്ന് അധ്യാപകർ പറഞ്ഞിരുന്നത്. ഏതായാലും ആ സമരം ജയിച്ചു. പ്രീ ഡിഗ്രി ബോർഡ് ഉണ്ടായില്ല. പക്ഷേ ചുരുങ്ങിയ വർഷങ്ങൾക്ക് ശേഷം അടുത്ത തവണ CPMൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ മുന്നണി അധികാരത്തിൽ വന്നപ്പോൾ ഈ പ്രീ ഡിഗ്രി ബോർഡ് എന്നതിൻ്റെ പേര് മാറ്റിയിട്ട് +2 എന്ന് പറഞ്ഞ് ആ പരിഷ്കാരം നടപ്പിലാക്കി. അന്ന് ആർക്കും ബുദ്ധിമുട്ടുണ്ടായില്ല. അന്ന് അധ്യാപകർക്കോ ജീവനക്കാർക്കോ വിദ്യാർത്ഥികൾക്കോ ഒരു പ്രശ്നവും ഉണ്ടായില്ല. പേരൊന്ന് മാറ്റി, പ്രീ ഡിഗ്രി ബോർഡ് +2 ആയി. പക്ഷേ UDF സർക്കാർ TM ജേക്കബ് അത് എന്താണോ വിചാരിച്ചിരുന്നത് അതുപോലെ തന്നെയാണ് നടന്നത്. അത് സ്കൂളിൻ്റെ ഭാഗമായിട്ട് മാറി. ഒരു വിഭാഗം സ്കൂളിൽ ഹയർ സെക്കൻഡറി സ്കൂളുകളായിട്ട് മാറ്റപ്പെട്ടു. അങ്ങനെ ആ പരിഷ്കാരം നടപ്പിലായി. പേര് മാറ്റിയാൽ പ്രശ്നങ്ങളില്ല എന്നായിരുന്നു അന്ന് CPM കണ്ടുപിടിച്ചൊരു കാര്യം. നമ്മുടെ വിദ്യാഭ്യാസ രംഗമായാലും ഏത് മേഖലയായാലും ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ മാത്രമേ അവിടെ വികസനം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ 10 വർഷം മുമ്പ് കണ്ട ലോകമല്ല, സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. പുതിയ കാലമനുസരിച്ച്, പുതിയ മാറ്റമനുസരിച്ച് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് തന്നെ ഇപ്പോൾ സാമ്പ്രദായിക കോഴ്സുകളുടെയൊക്കെ പ്രാധാന്യം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ കോഴ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതനുസരിച്ച് നമ്മളും മാറിയേ പറ്റുള്ളൂ. അതിന് നമുക്കിവിടെ അവസരം കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ വിദേശ സർവകലാശാലകളെ വരെ ഇവിടെ കൊണ്ടുവരേണ്ടി വരും, സ്വകാര്യ യൂണിവേഴ്സിറ്റികൾ അനുവദിക്കേണ്ടി വരും. അങ്ങനെ മാറുന്ന കാലത്തിനനുസരിച്ച് മാറാൻ നമ്മൾ തയ്യാറാവുന്നില്ലെങ്കിൽ പറഞ്ഞല്ലോ, ഈ പുരോഗതിയുടെ വേഗതയ്ക്കനുസരിച്ച് നമ്മുടെ സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ കണ്ടത്. ഇവിടെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? നമുക്കറിയാം, ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ കനത്ത ചൂടാവും. മഴ കൃത്യമായി ലഭിച്ചില്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നുള്ള ഉൽപ്പാദനം കുറയും. പക്ഷേ വേനൽക്കാലമായതുകൊണ്ട് ഉപഭോഗം വർദ്ധിക്കുകയും ചെയ്യും. പകരം നമുക്ക് ഫാൻ ഇടാതിരിക്കാൻ പറ്റത്തില്ല, രാത്രിയിലും അത് അത്യാവശ്യമാണ്. പറഞ്ഞല്ലോ, ഇപ്പോൾ മിക്ക വീടുകളിലും എയർ കണ്ടീഷനുണ്ട്. എയർ കണ്ടീഷണർ വലിയ തോതിൽ വൈദ്യുതി എടുക്കും. അപ്പം ഇത്തരം സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ പവർ എക്സ്ചേഞ്ചുമായി നേരത്തെ ധാരണയിലായിട്ട് ഇപ്പോൾ ഈ 20 രൂപ യൂണിറ്റിന് വില പറയുന്ന സ്ഥാനത്ത് 10 രൂപയ്ക്കോ 10.5 രൂപയ്ക്കോ അന്ന് വൈദ്യുതി ഏർപ്പാട് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഈ ഇരുണ്ട കാലം ഉണ്ടാകുമായിരുന്നില്ല, നാട്ടുകാർ കഷ്ടപ്പെടുമായിരുന്നില്ല. പക്ഷേ സർക്കാരിൻ്റെ ലക്ഷ്യം ഇതൊന്നുമല്ലല്ലോ. അവർക്ക് ഈ ഖ്യാതിയാണ് വേണ്ടത്. പവർ കട്ടില്ലാത്ത അല്ലെങ്കിൽ ലോഡ് ഷെഡിങ് ഇല്ലാത്ത കാലം 10 വർഷം ഇടതുപക്ഷ മുന്നണിയുടെ പ്രവർത്തന കാലം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ കഷ്ടപ്പാട് അനുഭവിക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നാളെ ഒരു പുതിയ ഗവൺമെൻറ്, UDFൻ്റെ ഒരു ഗവൺമെൻറ് വരുന്നുവെന്ന് വിചാരിക്കുക. അതിൻ്റെ പിറ്റേന്ന് മുതൽ, സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൻ്റെ പിറ്റേന്ന് മുതൽ ഇവിടെ വൈദ്യുതി ഇല്ലേ, കറണ്ടില്ലേ, ലോഡ് ഷെഡിങ് ആണേ, പീക്ക് ടൈം മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ലോഡ് ഷെഡിങ് നടപ്പാക്കുന്നേ എന്ന് വിളിച്ചു കൂവിക്കൊണ്ട് നെഞ്ചത്തടിച്ചുകൊണ്ട് ഈ LDFകാരും CPMകാർ സമരരംഗത്തേക്ക് വരുന്നത് നമുക്ക് താമസം വിന കാണാനും സാധിക്കും.